ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഫ്രണ്ട് ബട്ടണൊക്കെ കൊടുത്തിട്ട് അതുപോലെ നെക്കിന് ഫ്രിൽ നെക്ക് അല്ലെങ്കിൽ ഫ്രിൽ കോളർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. മെറ്റീരിയലിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ ഇതിനു മുമ്പൊരു ഇതുപോലൊരു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളായിട്ടൊരു ടോപ്പാണ്. അതേ കട്ടിങ് തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ട് ബട്ടൺ വെക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇടാം. ഞാനിപ്പോൾ അളവിനുള്ള ഡ്രസ്സ് ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ, നെക്ക്, അതുപോലെ ആം ഹോൾ മാത്രമാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. ഇത് അളവാണ് എടുക്കുന്നത്. ഇതുപോലെ ഷോൾഡറൊക്കെ കൂട്ടി വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കറക്റ്റാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്ന് ചെയ്യണമെങ്കിൽ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ചൊന്ന് മുകളിലോട്ടേക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആമോള് മാർക്ക് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഷേപ്പും പിന്നെ ചെസ്റ്റിൻ്റെ വിഡ്ത്തൊന്നും മാർക്ക് ചെയ്യണ്ട. ഈ ഒരു 3 മാർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി നന്നായി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോഴും 1/4 ഇഞ്ച് മാത്രം മുകളിലോട്ടേക്കാക്കി മാർക്ക് ചെയ്തെടുക്കാം. സാധാരണ ഈ ഭാഗം മാർക്ക് ചെയ്യുന്നത് ആമോളിനാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ബട്ടൺ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സൈഡ് നെക്കിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അപ്പോൾ നമുക്കിനി ലെങ്ത്ത് എടുക്കണം. അതും കൂടി ഇതിലേക്ക് മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് 21 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും 21 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ആമോളിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ആമോളിൽ നിന്ന് കട്ട് ചെയ്ത് ഷോൾഡർ കട്ട് ചെയ്യാം. അതുപോലെ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ ഫ്രണ്ട് നെക്ക് സിംഗിൾ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ട് പീസായിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ചെറിയൊരു കട്ട് മാർക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഇനി ഇതിന് ഫ്രില്ല് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി 8 ഇഞ്ച് വീതിയിലുള്ള ഇതിൻ്റെ ബോട്ടം എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിട്ട് തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 20 ഇഞ്ചാണെങ്കിൽ 40 ഇഞ്ച് എന്ന കണക്കിൽ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഫ്രില്ല് വേണമെങ്കിൽ കൂടുതലായിട്ടും എടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന 1.5 ഇഞ്ച് മാറ്റിയിട്ടുള്ള പീസ് ആദ്യം ഒരു ചെറിയൊരു 1/2 ഇഞ്ചൊന്ന് മടക്കി തയ്ക്കാം. പിന്നെ 1 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ രണ്ട് സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ 2 സൈഡ് ആദ്യം 1/2 ഇഞ്ചൊന്ന് തയ്ച്ച് പിന്നെ 1 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഷോൾഡറും കൂടി ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലീറ്റ്സോ ഫ്രിൽസായോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സൈഡ് തയ്ച്ച പോലെ തന്നെ ആദ്യം 1/2 ഇഞ്ച് മടക്കി തയ്ക്കാം. പിന്നെ 1 ഇഞ്ച് മടക്കി തയ്ക്കാം. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് ഞാനിപ്പോൾ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ ബോട്ടം മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. ഞാൻ അത് കാണിക്കാൻ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് ഒന്ന് ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒന്ന് അളന്ന് നോക്കുക എത്ര ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് തുണി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡൊന്ന് ചെറുതായി സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കിയിടാം. മടക്കിയിട്ടിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 2 സൈഡും മടക്കിയത് ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇതാ താഴോട്ടാക്കി വെച്ച് കൊടുക്കാം. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒന്ന് ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് അപ്പുറത്തെ അറ്റം വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അപ്പുറത്തെ നെക്കിൻ്റെ ലാസ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നെക്കിലോട്ട് ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം മുഴുവനും മുകളിലോട്ടാക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണം. പ്രസ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല നീറ്റായി തന്നെ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആമോളും കൂടി നമുക്കൊരു പീസിട്ട് ക്രോസ് പീസിട്ട് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ക്രോസ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ചെറുതായൊന്ന് മടക്കി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ചെറുതായൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടിതാ എൻഡിങ്ങിൽ വരുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ട് ലാസ്റ്റ് ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചും പിന്നെ ഈ ഒരു ഇതൊന്നും പുറത്ത് വരാണ്ട് നല്ല നീറ്റായി കിടക്കും. അപ്പോൾ ഇതിനും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഡയറക്റ്റ് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പീസ് വെച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ തട്ടാതെ മൊത്തത്തിൽ റൗണ്ടിൽ ആമോളിനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇടുമ്പോൾ ഒന്ന് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രോക്ക് കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ബട്ടണോളൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.